നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 1600 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ട് അവർക്ക് 2000 രൂപയായിരിക്കും ലഭിക്കുക. ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ ഒരു പെൻഷൻ വർധനവ് വരുമോ? അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണം എന്നാണ് തുടങ്ങുക? നാളെ മുതൽ പെൻഷൻ വിതരണം ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 1600 രൂപയാണ്. എന്നാൽ ചില ആളുകൾക്ക് 1400, 1300 എന്നിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രേഖകളനുസരിച്ച്, കണക്കനുസരിച്ച് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 1600 രൂപയാണ്. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക. അതിനപ്പുറം 2 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ വർധനവ് വരുത്തി ഇലക്ഷനെ നേരിടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ ഈ മാസം പകുതിയോടുകൂടി തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം ഇനി അങ്ങോട്ട് 2000 രൂപയായിരിക്കും ലഭിക്കുക. 400 രൂപയുടെ വർധനവാണ് നമുക്ക് ലഭിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. ഒക്ടോബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക 1600 രൂപയും ഒക്ടോബർ മാസത്തിലെ പെൻഷൻ 1600 രൂപയും കൂടി 3200 രൂപ ഈ മാസം നമുക്ക് ലഭിക്കും. അതിനുശേഷം നവംബർ മാസങ്ങളിലായിരിക്കും നമുക്ക് ഈ വർധനവ് നമുക്ക് പ്രാബല്യത്തിൽ വരിക. ഏതായാലും ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാരും സന്തോഷ വാർത്ത തന്നെയാണിത്. കുടിശ്ശികയെല്ലാം തീർത്ത് പെൻഷൻ പണം കൂട്ടിയിട്ടായിരിക്കും സർക്കാർ ഈ ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ, വിധവകളായ ആളുകളുണ്ടെങ്കിൽ വിധവ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിയാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ എന്നിങ്ങനെ പല രൂപത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നല്ല കടുംപിടുത്തമായിരുന്നു ഈ ഒരു പെൻഷൻ സർക്കാർ നടത്തിയിരുന്നത്. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ പെൻഷൻ റിജക്റ്റ് ആയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളോളമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പെൻഷൻ റിജക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ ഒന്നുകൂടി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് മാർട്ടിൽ നിന്നൊരു മെസ്സേജ് വരികയും അതിൻ്റെ നമ്പർ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വാർഡ് മെമ്പർ മുഖേന പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യുക. പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലാവധി ഈ വർഷം അവസാനത്തിന് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ചെയ്യുകയും അല്ലെങ്കിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പെൻഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെൻഷൻ ഐ ഡി ലഭിക്കും. ഈ പെൻഷൻ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് വർധനയുള്ള പെൻഷൻ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യവാങ്മൂലം നൽകാൻ സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയം ഉണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ്ങിൻ്റെ സൈറ്റ് ആ സമയത്ത് ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. എന്നാൽ ഇങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകളുടെ പെൻഷൻ പിന്നീട് തടഞ്ഞു വെക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അവരുടെ അന്വേഷണം നടക്കുകയും ആ അന്വേഷണത്തിൽ നിങ്ങൾ വിദേശത്തോ മറ്റോ ആയതുകൊണ്ടാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതെന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ മുടങ്ങുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു.